ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ, നിസ്തുല നാമത്തിൽ, ഉന്നത നാമത്തിൽ, ആ നാമത്തിൻ്റെ പേരൊന്നും പറഞ്ഞാൽ തീരുകയില്ലല്ലോ, ആ നാമത്തിൽ, ആ ശ്രേഷ്ഠ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. സ്തോത്രം. നമുക്ക് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അസാധ്യമായ ഒരു വലിയ കാര്യം ദൈവം എങ്ങനെയാണ് സാധിപ്പിച്ചു കൊടുത്തതെന്ന് ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് തിരുവചനം വായിച്ചു കേൾക്കാം. രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ആരാണ് ഈ ദൈവപുരുഷൻ? ദൈവപുരുഷൻ ഏലീശയാണ്. നാം ചിന്തിച്ചു, ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചുകൊണ്ട് ശക്തമായി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഏലീശ പ്രവാചകൻ. ഏലീശ പ്രവാചകൻ അങ്ങ് ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്കും, ബേഥേലിൽ നിന്ന് എരിഹോവിലേക്കും, എരിഹോവിൽ നിന്ന് യോർദാങ്കിലേക്കും വന്ന് അങ്ങനെ ആ ഏലിയാവിനെ വിട്ടുപിരിയാതെ ഏലീശ നിന്നു. ഏലിയാവിനെ അഗ്നിമയമായ രഥങ്ങൾ കൊണ്ടും കുതിര കൊണ്ടും വന്ന് ജീവനുള്ള ദൈവം സ്വർഗത്തിലേക്ക് എടുത്തപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുകയും വാഗ്ദത്തപ്രകാരം ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തി എന്നോണം ഏലീശയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് വരികയും തുടർന്ന് വളരെ ശക്തമായ ശുശ്രൂഷകൾ. എന്തിന്? ഒരു നാടിൻ്റെ ശാപം മുഴുവൻ മാറുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദേശത്ത് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഒരു കുട്ടി മരിച്ചതായ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കുട്ടിയെ ജീവിപ്പിച്ച് മടക്കി കൊടുക്കുന്നു. അരാം സൈന്യത്തിൻ്റെ സേനാപതിയായ നയമാൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുന്നു. ഒരു ദേശത്തിൻ്റെ പട്ടിണി മാറ്റുന്നു. മാത്രമല്ല, പ്രവാചക ശിഷ്യന്മാർ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കോടാലി ഊരി യോർദാൻ നദിയിൽ പോയപ്പോൾ ആ കോടാലി പൊങ്ങി വരുവാൻ ഇടയാകുന്നു. ഇങ്ങനെ എത്ര അത്ഭുതങ്ങൾ. അതേ പ്രിയരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറം എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളത് എതിർത്തിട്ട് കാര്യമില്ല പ്രിയരെ, ആരും അതിനെ എതിർത്തിട്ട് കാര്യമില്ല. ആരെല്ലാം എതിർത്താലും, ആരെല്ലാം ചോദ്യം ചെയ്താലും, ആരെല്ലാം വിമർശിച്ചാലും, സോഷ്യൽ മീഡിയയിലൂടെ ഏതെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാലും ദൈവം തൻ്റെ പ്രവൃത്തി തുടരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. അത് ആത്മനിറവിൻ്റെ ഒരു സ്പോണ്ടേനിയസ് റിസൾട്ടാണ്. സ്തോത്രം. പോകട്ടെ. ഇവിടെ എന്താണ് സംഭവിച്ചത്? അരാം രാജാവ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. പക്ഷേ അരാം രാജാവ് വളരെ സീക്രട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ശയനമുറിയിൽ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാ നേതാക്കന്മാരോട്, സേനാധിപന്മാരോട് മാത്രം പറയും, ഇന്ന സ്ഥലത്ത് പോയി നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കണം. വേറെ ആരോടും പറയില്ല. വളരെ രഹസ്യമായിട്ടാണ് യുദ്ധ തന്ത്രങ്ങൾ അരാം രാജാവ് ക്രമീകരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങ് ദൂരെ ശമരിയിലിരിക്കുന്ന പ്രവാചകനായ ഏലീശ അത് ആത്മാവിൽ ഗ്രഹിക്കും. എന്നിട്ട് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചിട്ട് പറയും, ദേ അരാം രാജാവ് വരുന്നുണ്ട്, ഇന്ന സ്ഥലത്തൂടെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിച്ചോളണം, അവിടെ ആളെ നിർത്തിക്കോളണം എന്ന്. പലവട്ടം ഈ അരാം രാജാവ് പരിശ്രമിച്ചിട്ടും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അവിടെയെല്ലാം ആരോ ഒരു ചാരൻ തൻ്റെ സൈന്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് കാര്യങ്ങളെല്ലാം അവർക്കെതിരായി നടന്നത്. അരാം രാജാവ് തൻ്റെ സൈന്യത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ് ഇസ്രായേൽ രാജാവിന് വേണ്ടി ചാരവൃത്തി ചെയ്യുന്നത്? അപ്പോൾ അവിടെ ഏലീശ പ്രവാചകനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ പറഞ്ഞു, ഇത് ചാരവൃത്തിയൊന്നുമല്ല യജമാനെ, ശമരിയിലുള്ള ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക, അവന് ആത്മാവിൽ അതെല്ലാം മനസ്സിലായി, അവൻ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ക്രുദ്ധിച്ചു, കോപിച്ചു. ഒരു വലിയൊരു കൂട്ടം സൈന്യത്തെ, നാം അങ്ങനെയാണ് പിന്നീട് വായിക്കുന്നത്, നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവീൻ, ഞാൻ ആളയച്ച് അവനെ പിടിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ ദോഥാനിലുണ്ടെന്ന് അവന് അറിവ് കിട്ടി. ഈ പ്രവാചകൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അരാം രാജാവ് അന്വേഷിക്കുകയാണ്. ദോഥാനിലാണ് പ്രവാചകൻ ഇരിക്കുന്നതെന്ന് അരാം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നറിയാമോ? അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളും രഥങ്ങളുമായി അയച്ചു. നിങ്ങൾക്കൊരു പക്ഷേ അത്ഭുതം തോന്നും, ഒരു മനുഷ്യനെ പിടിക്കാനാണ് ശക്തിയുള്ള വലിയൊരു സൈന്യം
വലിയൊരു കൂട്ടം കുതിര, വലിയൊരു കൂട്ടം രഥം. അതെന്താ അത് അങ്ങനെ സംഭവിച്ചത്? അരാം രാജാവിന് അറിയാം ഒരു പ്രവാചകൻ്റെ വില എന്താണെന്ന്. ചുമ്മാ ചെന്നാൽ ഒരു പ്രവാചകനെ തൊടാൻ കഴിയില്ലെന്ന്. ഇന്ന് അനേകർക്ക് മനസ്സിലാകാത്തൊരു സത്യമാണ്. ആത്മീയരെന്ന് പറയുന്നവർക്ക് പോലും ഒരു പ്രവാചകൻ്റെ വില പലപ്പോഴും അറിയില്ല. കള്ളപ്രവാചനെന്നും എതിർ പ്രവചിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ എന്തിന് സഹോദര നിൻ്റെ കൈ പൊള്ളിക്കണം? പ്രിയമകളെ, നീ എന്തിന് നിൻ്റെ കൈ പൊള്ളിക്കണം? നിൻ്റെ ആത്മാവിൽ കേടുവരുത്തണം? ഏതെങ്കിലും ഒരു പ്രവാചകൻ കള്ളപ്രവാചനം നടത്തിയെങ്കിൽ അത് അവനോട് ദൈവം ചോദിച്ചുകൊള്ളും. നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. സ്തോത്രം, കർത്താവിന് സ്തോത്രം. പോകട്ടെ, കാണുമായിരിക്കാം. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, കള്ളനോട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നല്ല നോട്ട് ധാരാളം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാം കള്ളനോട്ടാണെന്ന് പറയരുത്. എല്ലാം കള്ളനോട്ടല്ല പ്രിയരെ. ഒരിക്കലൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ പ്രവചനത്തെക്കുറിച്ചല്ല, ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന പ്രവചനങ്ങൾ, ദൂതുകൾ, കൃപാവരങ്ങൾ, ആത്മഫലം എല്ലാത്തിലും 100% വിശ്വസിക്കുകയും അത് എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു എളിയ ദൈവദാസനാണ് ഞാൻ. പക്ഷേ ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ വന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരു ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സാറേ മുഴുവൻ കള്ളപ്രവാചകന്മാരാണ്. ഞാൻ അല്പം ഗൗരവമായി തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞു, അതങ്ങനെ പറയരുത്, അത് തെറ്റാണത്, താങ്കളിപ്പോൾ പറഞ്ഞത് തെറ്റാണ് പറഞ്ഞു. ഞാൻ പറയാനുള്ള ആർജവം കാണിച്ചു. സഹോദര, ഒരുപക്ഷെ കള്ളപ്രവാചകന്മാർ കാണുമായിരിക്കും, എനിക്കറിയില്ല, എനിക്ക് അനുഭവമില്ല, കാണുമായിരിക്കാം. പക്ഷെ എല്ലാം കള്ളപ്രവാചകന്മാരെന്ന് പറയരുത്, അത് ദോഷം ചെയ്യും. പെട്ടെന്ന് ഞാൻ എന്താണ് അദ്ദേഹത്തോട് പറയേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത തന്നു. എന്താണ് ചിന്ത എന്നറിയാമോ? കള്ളനോട്ടും നല്ല നോട്ടും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കള്ളനോട്ടുകളുണ്ട്, നാട്ടിൽ ധാരാളം കള്ളനോട്ടുകൾ, ധാരാളമല്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ്? ധാരാളം നല്ല നോട്ടുണ്ട്. നല്ല നോട്ടുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കള്ളനോട്ടുകൾ. അതുകൊണ്ട് കയ്യിൽ പൈസയുള്ള ഒരാൾ ചിന്തിക്കുക ഇതെല്ലാം കള്ളനോട്ടാണെന്ന് ചിന്തിച്ചാൽ അദ്ദേഹത്തിന് ടെൻഷൻ അടിച്ച്, ഇപ്പോൾ പോലീസ് പിടിക്കുമോ, എന്നെ അവിടെ പിടിക്കുമോ, ഇവിടെ പിടിക്കുമോ, ആളുകൾ പിടിക്കുമോ എന്നോർത്ത് നടന്ന് അവസാനം അദ്ദേഹം മനോരോഗിയാകും. ഇതുപോലെ എല്ലാം കള്ളപ്രവാചകന്മാരും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആത്മീയ ജീവിതത്തിൽ ഒരു മനോരോഗം പിടിപെടും. ആത്മീയ ജീവിതത്തിൽ വളർച്ച കിട്ടിയില്ല, വളർച്ച മുരടിച്ചു പോകും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, തുച്ഛിക്കരുത്, കളിയാക്കരുത്, തൊഴിക്കരുത്. സ്തോത്രം. കാരണം പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അരാം രാജാവിന് ഒരു ജാതീയ രാജാവിന് മനസ്സിലായി, ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെ ഒരു ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവാണോ ഏതാത്മാവാണെന്നോ അദ്ദേഹത്തിന് അറിയില്ല, എന്തോ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ ഒരാൾ പോയാൽ പോരാ, വലിയൊരു കൂട്ടം സൈന്യത്തെ അയക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പ്രിയ ദൈവജനമേ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിലും കൃപാവരങ്ങളിലും വിശ്വസിക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനത്തിൽ വിശ്വസിക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ ദൂതുകളിൽ വിശ്വസിക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ വിശ്വസിക്കൂ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഈ പ്രവാചകനെ പിടിക്കാൻ ഒരുപാട് പേരെ അയക്കുകയാണ്, വലിയൊരു കൂട്ടം സൈന്യം. കർത്താവിന് സ്തോത്രം. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്? ഈ ബാല്യക്കാരൻ ഈ സൈന്യത്തെ കണ്ടു. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. വലിയൊരു കൂട്ടം സൈന്യം വന്ന് പട്ടണം മുഴുവൻ വളഞ്ഞിരിക്കുന്നു. ഈ സൈന്യത്തെ എന്തു ചെയ്യും? അസാധ്യമായൊരു കാര്യം അല്ലേ? ഒരു വലിയൊരു കൂട്ടം സൈന്യം, കുതിരകളും രഥങ്ങളും വലിയൊരു കൂട്ടം സൈന്യം വന്നാൽ അവയെ ജയിക്കാൻ ഒരു പ്രവാചകന് കഴിയുമോ? മാനുഷ്യബുദ്ധിക്ക് അസാധ്യമെന്ന് നമുക്ക് തോന്നും. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത പ്രസംഗത്തിൽ ചിന്തിക്കാം. ഇന്ന് അത് തുറന്നാൽ തീരുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, വലിയ പ്രശ്നങ്ങൾ, നിങ്ങൾക്കൊറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത അനേകം പ്രശ്നങ്ങൾ, നിങ്ങളുടെ കടബാധ്യത നിങ്ങൾക്കൊറ്റയ്ക്ക് നേരിടാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗം അത് നിങ്ങൾക്കൊറ്റയ്ക്ക് നേരിടാൻ കഴിയുന്നില്ല,
നിങ്ങളുടെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്നില്ല. സമൂഹത്തിൽ നിന്ന് വന്ന ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്നില്ല. ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത ചില പ്രതിസന്ധികളിലൂടെ, ചില പ്രശ്നങ്ങളിലൂടെ വലഞ്ഞ് ഉഴന്ന് ഞാൻ ഏകനായിപ്പോയല്ലോ എന്നുള്ളതായ ലോൺലിനെസ്സിനോടുകൂടി കഴിഞ്ഞു പോകുന്ന ആരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. അത് വചനമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല. സഹോദരി, നീ ഒറ്റയ്ക്കല്ല. മകളെ, നീ യേശുവിന് വേണ്ടി ജീവിതം വർദ്ധിച്ചവളാണെങ്കിൽ നീ ഒറ്റയ്ക്കല്ല. ഹോസ്റ്റലിൽ ബാക്കി എല്ലാവരും മകളെ നിന്നെ ഒറ്റപ്പെടുത്തി കാണും. പക്ഷേ നീ യേശു ഉള്ളവളാണെങ്കിൽ നീ ഒറ്റയ്ക്കല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലും മറ്റനേക സ്ഥലങ്ങളിലും പോയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈതലേ, ദൈവവേലക്കാരനായ സഹോദര, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ല മകനെ, നീ ഒറ്റയ്ക്കല്ല. നിൻ്റെ കൂടെ ദൈവമുണ്ട്, നിൻ്റെ കൂടെ മാലാഖമാരുണ്ട്, നിൻ്റെ കൂടെ സ്വർഗീയ സൈന്യമുണ്ട്. നീ ഒറ്റയ്ക്കല്ല എന്നുള്ള സത്യം അറിയൂ. നമുക്ക് അടുത്ത പ്രസംഗത്തിൽ, അടുത്ത വചന ശുശ്രൂഷയിൽ, അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത്, ഈ അരാം രാജാവിൻ്റെ സൈന്യം വന്നപ്പോൾ ഈ എലീശ പ്രവാചകന് എന്ത് സംഭവിച്ചു, ഈ ബാല്യക്കാരന് എന്ത് മനസ്സിലാക്കി, ഈ അരാമ്യ സൈന്യം എന്തു ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത മെസ്സേജിൽ ചിന്തിക്കാം. നിങ്ങൾ ഒന്ന് വിശ്വസിക്കൂ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ജീവിക്കുന്നു. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും നിങ്ങൾ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്താൽ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.